ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഇല്ല ഗൈസ്, ഞാൻ എന്തായാലും ഇല്ല, നമ്മുടെ ഷിൻജാൻ ഓക്കെ, നമ്മുടെ ഷിൻജാന് കണക്കെ ഞാൻ എന്തായാലും ഒരു ചാലഞ്ച് കണക്കെ എന്തായാലും കൊടുത്താലാന്ന് ഞാൻ എന്തായാലും ആലോചിക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ ഷിൻജാന് കണക്കെ ഇവിടെ ഇപ്പം ചുമ്മാ എന്തായാലും ബോറടിച്ച് എന്തായാലും നിൽക്കണം കേട്ടോ. അവൻ എന്തായാലും ഈ ഒരു ചാലഞ്ച് കണക്കെ ഏറ്റെടുത്ത് അവ ഇതിൽ ജയിക്കുകയാണെങ്കിൽ ഞാനാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അവന് കൊടുക്കുന്നതാണ് കേട്ടോ. ഫ്രാങ്ക്ലി ചേട്ടാ ഞാൻ തയ്യാറാണ്, എന്ത് ഗിഫ്റ്റ് എന്ന് പറ. എടാ ഷിൻജാനെ, ഗിഫ്റ്റ് എന്താന്നൊക്കെ പറയാം, എന്നാലും ഞാൻ ഇപ്പോൾ ചെറിയൊരു ക്ലൂ തരാം. ഞാനാണെങ്കിൽ നിനക്കിപ്പോൾ ഒരു ടാസ്ക് കണക്ക് തരും കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, അപ്പോൾ നീ ആ ഒരു ടാസ്കുകളൊക്കെ എന്തായാലും കറക്റ്റായിട്ട് തന്നെ എന്തായാലും കംപ്ലീറ്റ് കണക്ക് ചെയ്യണം കേട്ടാ. നീ കറക്റ്റായിട്ട് ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് കണക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനാണെങ്കിൽ നിനക്കൊരു ലക്കി ബോക്സ് കണക്ക് തരുന്നതാണ്. ലക്കി ബോക്സ് അതെന്താണ് സാധനം ഫ്രാങ്ക്ലി ചേട്ടാ? എടാ, ലക്കി ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ പോലത്തെ ഒരു സാധനമാണ്. അതിൽ എന്ത് സാധനമായിരിക്കും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും നല്ല അടിപൊളി സാധനമായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ലക്കി ബോക്സ്. ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ എന്ത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് ചെയ്യാം. ആ ലക്കി ബോക്സിൻ്റെ അതല്ല കാറ വല്ലതുണ്ടെങ്കിൽ എനിക്ക് നല്ല കിടിലം കാറ് കിട്ടി. എന്നിട്ടാണ് എനിക്കൊരു സംഭവങ്ങളൊക്കെ ചെയ്യേ. ഷിൻജാൻ, അപ്പം ഞാൻ ടാസ്ക് എന്തെന്ന് പറയാം. ഓക്കെ, നീ ടാസ്ക് ചെയ്യുമല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ, അതന്നെയല്ലോ ഫ്രാങ്ക്ലി ചേട്ടാ ആദ്യം തൊട്ട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത്, ഞാൻ എന്ത് ടാസ്ക് ആയാലും കംപ്ലീറ്റ് ആവും, ഉറപ്പന്നല്ലോ. ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്ക് എങ്ങനെയല്ല ലക്കി ബോക്സ് കിട്ടണം. ലക്കി ബോക്സിൻ്റെ അതുപോലെ കാറ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ആ കാറ് ഞാൻ കൊണ്ടുപോയി വിറ്റിട്ട് ഞാൻ കുറേ പൈസ ഉണ്ടാക്കി ഞാൻ വേറൊരു കിടിലെ കാറൊക്കെ വാങ്ങി. ഫ്രാങ്ക്ലി ചേട്ടാ, നീ എന്തെങ്കിലും ചെയ്യും. ഞാനിപ്പോൾ ടാസ്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ കിടക്കുന്ന ഈ താറില്ലേ, ഈ താറ്. ഫ്രാങ്ക്ലി ചേട്ടാ, ഈ കിടക്കണ ഈ ഒരു താറ് കേളൊക്കെ നീ എന്തായാലും എടുക്കണം. ഫ്രാങ്ക്ലി ചേട്ടാ, ഈ കിടക്കണ താറ് നീ കേളൊക്കെ എടുത്തിട്ട് നീ ആണെങ്കിൽ റോട്ടിലുള്ള 10 ഫോർഡ് എൻഡവർ ഫുള്ളായിട്ട് നശിപ്പിച്ച് കളയണം. 10 ഫോർഡ് എൻഡവർ നശിപ്പിച്ച് കളയാനാ? ഫ്രാങ്ക്ലി ചേട്ടാ, നശിപ്പിക്കണേക്കാളും നല്ലത് ഞാൻ എടുത്താൽ പോരെ. പോടാ ഷിൻജാനെ, ഞാൻ പറഞ്ഞത് വണ്ടി നശിപ്പിക്കാനാണ്, അല്ലാതെ അതിൻ്റെ അവിടെ എടുക്കാനല്ല കേട്ടാ. ഞാനിപ്പോൾ ഒരു ടാസ്ക്കാണ് തന്നേക്കണമെന്ന് വെച്ചാൽ നീ നമ്മുടെ സിറ്റിയിലുള്ള 10 ഫോർഡ് എൻഡവർ നശിപ്പിച്ചാളാണ് മൊത്തത്തിൽ. ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ നശിപ്പിച്ചാളേ. ഓക്കെ, അപ്പം ഒരു ടാസ്കല്ലേ ഉള്ളൂ? ഇല്ലടാ ഷിൻജാൻ, ഒരു ടാസ്ക് കൂടെ ഉണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതൊക്കെ നമ്മുടെ ഓഡിയൻസ് ചെയ്തോളൂ. ഈ വീഡിയോ ഇതിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്താൽ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടാ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ എനിക്ക് ലക്കി ബോക്സ് തുറക്കാൻ പറ്റുമോ ഗൈസ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇല്ല പോയിട്ട് എന്തായാലും 10 എൻഡവറുകളൊക്കെ എന്തായാലും നശിപ്പിച്ചാൽ എന്തായാലും കളയാം. ഓക്കെ, എന്തായാലും നമ്മളെന്തായാലും ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഒരു താറിൻ്റെ അകത്ത് കളക്കാൻ നൈസായിട്ട് എന്തായാലും കയറിയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോഴില്ല, നമുക്ക് വണ്ടി എടുക്കാം കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ 10 എൻഡവർ നശിപ്പിക്കാൻ പോവേണേ. ഓക്കെ, ഷിൻജാനെ, ഓൾ ദ ബെസ്റ്റ്. നമുക്കപ്പോഴില്ല എങ്ങനെയെങ്കിലും കേസ് 10 എൻഡവറുകളൊക്കെ കണ്ടുപിടിക്കണം കേസ്, എന്നിട്ട് നമുക്ക് അതിനെ നശിപ്പിച്ചോളണം കേസ്. ഓക്കെ, 10 വേണം കേസ്. ഓക്കെ, അല്ല 5 ആയിരുന്നെങ്കിൽ പ്രശ്നമല്ലായിരുന്നു കേസ്. ഓക്കെ, ഇതിപ്പോൾ 10 നമ്മൾ എവിടെ നിന്ന് കിട്ടും കഴിച്ച് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, എന്തായാലും ഞാൻ എന്തായാലും താറും കൊണ്ട് പിടച്ചു വിടാണ് കേട്ടോ. ഇവിടെ കോനിസേക്കൊക്കെ അല്ലേ ഉള്ളൂ, അത് പിന്നെ അങ്ങനെയാണ് കേസ്. ഓക്കെ, ഒരാവശ്യം വരുമ്പോൾ അങ്ങനെ കാറുകളൊന്നും വലുതായിട്ട് കാണില്ല കേസ്. ഓക്കെ, എൻഡവർ അങ്ങനത്തെ കാറുകളൊന്നും തന്നെ. ഓക്കെ, നമുക്കെന്തായാലും ഇല്ല, നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ഈ താറും കൊണ്ട് എന്തായാലും ഓടിച്ചെന്തായാലും പോട്ടോ. ഒരു എൻഡവർ പോലെ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയില്ലല്ലോ ഗൈസ്, എന്ത് കഷ്ടമാണല്ലേ ഗൈസ്. ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണിപ്പാളി കേസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻഡവർ ഒന്നും പോലെ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഓക്കെ, ഇതെന്ത് പരിപാടിയാണ്? യെസ് ഗൈസ്, കിട്ടി. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. നമുക്കില്ല, ഒറ്റ അടിക്കുന്ന 2 എൻഡവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ എന്തായാലും നശിപ്പിക്കുക ഗൈസ്. ഓക്കെ, 2 എൻഡവറിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം താണ്ട പോകുന്നുണ്ട്, പിന്നെ ഒരെണ്ണം താണ്ട വരുന്നുണ്ട്. ഓക്കെ, നമുക്കെല്ലാം അങ്ങ് റോക്കറ്റ് ലോഞ്ചർ ഇട്ട് അങ്ങ് നശിപ്പിക്കാം ഗൈസ്. ഓക്കെ, ഇതെന്താണ് ഈ വണ്ടി വല്ല ബുള്ളറ്റ് പ്രൂഫാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, അങ്ങനെ വണ്ടി പൊട്ടിത്തെറിച്ചില്ല. ചേട്ടാ, ഈ വണ്ടി വല്ല ബുള്ളറ്റ് പ്രൂഫാണോ? എനിക്കറിയാൻ പാടില്ല ഗൈസ്, നമുക്ക് കുറച്ചുകൂടെ താത്തിയ ചടിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ഗൈസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും അതെന്തായാലും പൊട്ടിത്തെറിച്ചോട്ടെ. ഇനി എൻഡവർ വേണം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു താറ് എന്തായാലും നൈസായിട്ട് അങ്ങ് എടുക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും അടുത്ത എൻഡവറുകളൊക്കെ തപ്പാം കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെ ഇപ്പോൾ അടുത്ത എൻഡവർ ഏത് സമയത്താകുമ്പോൾ കിട്ടണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും നേരം തപ്പി പിടിച്ചപ്പോൾ നമുക്ക് കിട്ടി ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും ഇതും കൊണ്ടെന്നാലും ഒന്ന് കത്തിച്ചെന്നാലും വിടാട്ടെ. ഇവിടെ എവിടെയെങ്കിലൊക്കെ അടുത്ത എൻഡവർ കാണുമായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഫുൾ അരിച്ചുറക്കി നോക്കാം. അടി കിട്ടിയടാ മോനിസെ കിട്ടിയടാ. ഇവിടെ ഇപ്പോൾ എന്തായാലും ഇല്ല 3 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇല്ല, ഇതെന്താ നൈസായിട്ട് അങ്ങ് നശിപ്പിച്ച് കളയാം ഗൈസ്. ഓക്കെ, അങ്ങനെ അടുത്ത എൻഡവർ കിട്ടി ഗൈസ്. ഓക്കെ, അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ എത്ര എണ്ണം വേണം? ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പോൾ അല്ലേ ഒരു 7 കൂടെ മതി ഗൈസ്. ഓക്കെ, അപ്പോൾ 10 ആവും ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും താറും കൊണ്ട് കത്തിച്ചിടാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്കെന്തായാലും അടുത്ത എൻഡവറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ 4ാമത്തെ എൻഡവറുകളൊക്കെയാണ് കേട്ടോ.
നമുക്കപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കൂടെ അങ്ങ് നശിപ്പിച്ച് കളയാം കേസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസ്. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ 4 കളഞ്ഞിട്ടുണ്ടോ. ഇനി 6 കൂടെ വേണം കേസ്. ഓക്കെ, 6 കൂടെ കിട്ടിയ മോനിസേ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ആ ലക്കി ബോക്സ് ഓപ്പൺ ആക്കാം കേസ്. അതിൻ്റെ അകത്ത് എന്ത് കിട്ടുമെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വണ്ടികളൊക്കെ നൈസർ കണ്ടുപിടിക്കാം കേസ്. ഓക്കെ, 6 കൂടെ മതി കേസ്. ഓക്കെ, യെസ് കേസ്, 6 ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ, ഇതാ പോകുന്നു. ഓക്കെ, നമ്മുടെ ഏരിയ. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് എന്തായാലും ഇതിനെല്ലാത്തിനും കത്തിച്ചളയാം കേസ്. ഓക്കെ, അങ്ങനെ ആ എൻഡവർ കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ആകെ 5 മതി കേസ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും 5 കത്തിച്ചളങ്ങിയിട്ടുണ്ട് കേട്ടാ. നമുക്കിനിയിപ്പോൾ എന്തായാലും ഒരു എത്ര 5 കൂടെ എന്തായാലും മതി കേട്ടാ. 5 എൻഡവർ കൂടെ കിട്ടിയ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി ഗായ്സ്. ഓക്കെ, 5 എൻഡവർ കൂടെ കിട്ടിയ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും മെയിനായിട്ടുള്ള നമ്മുടെ സിറ്റി ടൗൺ ഏരിയയിലോട്ട് പോകട്ടെ. ടൗണിൽ മിക്കവാറും എൻഡവർ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഏരിയ ഒക്കെ ഫുള്ള് സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം കേസ്. ഓക്കെ, ഇവിടെ ഇടയ്ക്കിടയ്ക്കൊന്നും എൻഡവർ കാണാനില്ല കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നടാവേ നമ്മുടെ കാറിൻ്റെ ഡോറെല്ലാം ഇളകി പോയിട്ടുണ്ട് കേട്ടാ. അത് കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്ക് എന്തായാലും 6ാമത്തെ എൻഡവറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വെറും 4 എൻഡവറും കൂടെ മതി കേസ്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി കേസ്. ഓക്കെ, വെറും 4 കൂടെ മതി കേസ്. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ 6 കത്തിച്ചളങ്ങിയിട്ടുണ്ട് കേസ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എത്ര 6 അല്ല, ഇനി നമുക്ക് 4 കൂടെ വേണം കേസ്. എന്നാലേ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഏതാണ് 2 എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും വെറും 2 എൻഡവറും കൂടെ മാത്രം മതി കേസ്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മളങ്ങനെ 7ാമത്തെ എൻഡവർ പൊട്ടിച്ച് 8ാമത്തെ എൻഡവർ പൊട്ടിച്ച് കേസ്. ഓക്കെ, നമുക്കിനി വെറും 2 എൻഡവർ കൂടെ മാത്രം മതി ഗൈസ്. ഓക്കെ, നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവും ഗൈസ്. ഓക്കെ, വെറും 2 എൻഡവർ കൂടെ മാത്രം മതി ഗൈസ്. ഓക്കെ, അവിടെ നിന്നൊരു വണ്ടി പറഞ്ഞില്ല, അതെന്താണ്? അത് എൻഡവർ ആണോ? എൻഡവർ ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടെ എന്തെങ്കിലും ആവട്ടെ. നമുക്കിനി 2 എൻഡവർ കൂടെ വേണം ഗൈസ്. ഓക്കെ, 2 കൂടെ മാത്രം മതി. പക്ഷെ എൻ്റെ പൊന്നടാവേ, നമ്മുടെ വണ്ടിയുടെ എല്ലാം ഇളകി പോയല്ലോ ഗൈസ്. നമ്മുടെ ഈ വണ്ടി ആകെ അലിമ്പായി. ബെസ്റ്റ് ഗൈസ്, നമ്മുടെ ഈ വണ്ടി തലകുത്തനെ മറിഞ്ഞേ. ഇനിയിപ്പോൾ വേറെ വണ്ടി എടുത്തിട്ട് പോവേണ്ടി വരുമല്ലോ. കുഴപ്പമില്ല, വേറെ വണ്ടി എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ഫുൾ അരിച്ചുറങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് എൻഡവർ കിട്ടുമായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഇല്ലേ നമ്മുടെ അടുത്ത എൻഡവർ കിട്ടിയ കേട്ടോ. 9ാമത്തെയാണ് ഈ വണ്ടി എന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും അപ്പോൾ ഇതിനെയും കൂടെ അങ്ങ് നശിപ്പിച്ച് കളയാം കേട്ടോ. എനിക്ക് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഡ്യൂക്ക് കളക്കാൻ നൈസർ കിട്ടിയ കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ അതിനെയും കൂടെ നശിപ്പിച്ച് ഇതെന്ത് തേങ്ങയാണ്, ഈ വണ്ടി നശിക്കണില്ലല്ലോ. ഇതെന്താണല്ലേ. നമുക്കെന്തായാലും ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് ചെയ്യാൻ കേസ്. ഓക്കെ, ഫ്രാങ്ക്ലി ചേട്ടൻ ഇതെല്ലാം നമ്മുടെ ടി വിയിൽ ഇരുന്ന് കാണുകയാണ് കേസ്. ഓക്കെ, ഈ വണ്ടിയിലാണ് ഒരു ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ഫ്രാങ്ക്ലി ചേട്ടൻ്റെ ഒരു വിഷ്വലും കൂടെ ഇതിൽ കിട്ടണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കെന്തായാലും പോവാം കേസ്. ഓക്കെ, എന്തായാലും ഇനിയിപ്പോൾ ഷിൻജാനും അല്ല ടാസ്ക് എല്ലാം ഫ്രാങ്ക്ലി ചേട്ടൻ കൊടുത്താൽ മതി. എന്നാൽ പണിപ്പാളി കേസ്. ഓക്കെ, അവരാണെങ്കിൽ നമ്മളെക്കാളും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേസ്. ഓക്കെ, എങ്ങനെ വല്ല ആണെങ്കിൽ പണി കിട്ടി കേസ്. ഓക്കെ, നമുക്കിനി ഒരെണ്ണം മാത്രം മതി. ഇനി അവസാനത്തതാണ് കിട്ടുക ഏറ്റവും പാട്. ഇത്രയും നമ്മൾ 9 എൻ്റെ പറഞ്ഞ് നമ്മൾ കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ അവസാനത്തെ വണ്ടിയാണ് കേസ് കണ്ടുപിടിക്കുക ഏറ്റവും ടഫ്. അടിപൊളി കേസ്. ഞാൻ എന്താണ് ഇവിടെ മറിഞ്ഞടിച്ച് വീണ കേസ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ അതൊക്കെ എണീക്കാം കേസ്. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു ടാസ്കുകളൊക്കെ എന്തായാലും ഇവിടെ വെച്ച് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. നമുക്ക് എന്തായാലും അവസാനത്തെ നമ്മുടെ എൻഡവറും കൂടെ കിട്ടിയേക്കാണ് കേസ്. ഓക്കെ, അങ്ങനെ ഫൈനലി അങ്ങനെ ടാസ്ക് അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ആയേക്കാണ് കേട്ടോ. നമ്മുടെ ആ ഒരു എൻഡവർ പൊളിഞ്ഞ് പണ്ടാറടങ്ങി വീണേക്കാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും കേസ് ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചുവിടാം കേട്ടോ. ഫ്രാങ്ക്ലി ചേട്ടൻ ഇതെല്ലാം ഇരുന്ന് കാണാണ് കേട്ടോ. എന്തായാലും നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് എന്തായാലും പെടച്ചെന്തായാലും വിടാം കേസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് എന്തായാലും ആ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം കേസ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് എന്തായാലും ലക്കി ബോക്സ് തുറക്കാൻ പറ്റുമായിരിക്കും കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും വീട്ടിലോട്ട് എന്തായാലും പോകാം കേസ്. നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇഷ്ടം പോലെ എൻഡവർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും കേസ്. അത് പിന്നെ അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ആദ്യം കുറേ നേരം എടുത്തു കേട്ടോ നമ്മളൊരു എൻഡവർ തപ്പാനായിട്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. എടാ ഷിൻജാനെ, നീ ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയല്ലേടാ. എന്നാലും കഷ്ടമുണ്ടോ ഷിൻജാനെ, നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല ഫ്രാങ്ക്ലി ചേട്ടനും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ഞാനും കൂടെ ഈ ടാസ്ക് ചെയ്യുന്നത്. ഒന്ന് പോടാ പിഞ്ചാനെ. ഫ്രാങ്ക്ലി ചേട്ടൻ എല്ലാം ഇരുന്ന് കണ്ടല്ലോ. ആടാ ഷിൻജാനെ, നീ 10 എൻഡവർ നശിപ്പിച്ചളഞ്ഞല്ലേ. ഫ്രാങ്ക്ലി ചേട്ടൻ, ഇനി എനിക്ക് ആ ലക്കി ബോക്സ് ഓപ്പൺ ആക്കാമല്ലോ. ആടാ ഷിൻജാനെ, അത് നീ പറഞ്ഞ ശരിയാണ്. അപ്പോൾ നീ ഇപ്പോൾ താഴെ വാ, നമുക്ക് എന്തായാലും ലക്കി ബോക്സ് ഓപ്പൺ ആക്കാം. ഫ്രാങ്ക്ലി ചേട്ടാ, ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം എടുത്ത് ചാടിയത് അടിപൊളി. എൻ്റെ പൊന്നടാവേ മണ്ട അടിച്ച് വീണ്. അത് കുഴപ്പമില്ല കേസ്. ഓക്കെ, ഒരാവേശം കേസ്. ഓക്കെ, പ്രശ്നമല്ല. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഇല്ലേ ഒരു ലക്കി ബോക്സ് തുറക്കാം കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ, ഈ ലക്കി ബോക്സ് എങ്ങനെ തുറക്കണേ? എടാ ഷിൻജാനെ, നീ ഇതിലോട്ട് ഒരു 10 സ്റ്റിക്കി ബോംബ് പോയി. ഫ്രാങ്ക്ലി ചേട്ടാ, 10 സ്റ്റിക്കി ബോംബ് വയ്ക്കുമ്പോൾ തുറക്കാൻ പറ്റുമല്ലോ.
ആടെ ഷിൻചാനെ അത് നീ പറഞ്ഞ ശരിയാണടാ. 10 സ്റ്റിക്കി ബോംബ് വെക്കുമ്പോൾ നിനക്കിത് സാധനം തുറക്കാൻ പറ്റൂടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ 1, അതേപോലെ തന്നെ അയ്യോ ഇതിപ്പോൾ എന്താണ് 2, 3, 4, 5, 6, 7, 8, 9, അവസാനത്തത് 10. ഓക്കെ അയ്യോ അതങ്ങോട്ട് മാറി വേണ്ട ഒന്നുകൂടെ വയ്ക്കാം. ഓക്കെ സെറ്റ്. നമ്മളങ്ങനെ 10 അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു സാധനങ്ങളൊക്കെ നൈസായിട്ട് നല്ല ആക്ടിവേറ്റ് ചെയ്യാം കേസ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇത് തുറക്കോ? ആടെ ഷിൻചാൻ നീ എന്താ ഇത്ര പേടിക്കണ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് എന്റെ പൊന്നെ ഇതിപ്പോ എന്താണ് ഈ സംഭവിച്ചത്? എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചല്ലോ. തുറന്നാ? അയ്യോ ഇതിപ്പോ എന്താണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ ഈ സംഭവിച്ചത്? എടാ ഷിൻചാൻ നിനക്ക് കിട്ടിയ സാധനങ്ങൾ നോക്കടാ. അയ്യേ ഇതുകൊണ്ട് ഞാൻ എന്തിട്ട് ചെയ്യാനാണ്? ഞാൻ വിചാരിച്ച എനിക്കെല്ലാം കിടില സൂപ്പർ കാറൊക്കെ കിട്ടുമെന്ന്. എനിക്കിവിടെ ഇപ്പോൾ ഒരു സൈക്കിൾ കിട്ടി, 2 ബെഡ്റൂം വയ്ക്കണ ലാമ്പ് കിട്ടി, പിന്നെ ഒരു ചവറ്റുപൊട്ടയും കിട്ടി. എടാ പിഞ്ചാനെ നീ തന്നെ ഇതെല്ലാം എടുത്തോടാ, എനിക്ക് ഈ സൈക്കിൾ മാത്രം മതി. എടാ ഷിൻചാനെ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആ സൈക്കിൾ മതി. അതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചവിട്ടിങ്ങനെ നടക്കാം. എന്നാലും എന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇത് വല്ലാത്ത ചതിയായി പോയേട്ടാ. എന്നെ കൊണ്ട് 10 എൻ്റെ അവർ കത്തിപ്പിക്കാൻ ചെയ്ത് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ആക്കി. എനിക്ക് കിട്ടിയ സാധനം ഇത്. എടാ ഷിൻചാനെ നിനക്ക് അതിനു മുമ്പേ ഒരു താറ് തന്നല്ലോ, നീ എന്തിനാ അത് കൊണ്ട് നശിപ്പിച്ചോളഞ്ഞ? ഒരു കാര്യം ചെയ്ത് നീ ആ താറങ്ങ് എടുത്തോ. ഫ്രാങ്ക്ലിൻ ചേട്ടാ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ആ വണ്ടി പൊളിഞ്ഞ് പണ്ടാറങ്ങി പോയി. നീ എന്തോന്ന് വെച്ചാ ചെയ്. അല്ല പിന്നെ എന്ത് ചെയ്യാനല്ലേ ഗൈസ്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കിട്ടിയതാ ഈ സൈക്കിളും ഈ സാധനങ്ങളൊക്കെ. ചവറ്റുമുട്ട എന്തിനാ എനിക്ക് വിഴുങ്ങി തിന്നാനാ? അല്ല പിന്നെ എന്താ അവസ്ഥയാണല്ലോ ഗൈസ്, എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടാ. കുഴപ്പമില്ല, അടുത്ത ലക്കി ബോക്സിലെങ്കിലും എനിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. അപ്പം നമുക്കെന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ അയ്യോ എന്ത് ചെയ്യാനല്ലേ.